ഇതോടെ നമ്മുടെ കേരളത്തിലെ ഒരുപക്ഷെ ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചലനം ഉണ്ടാക്കിയ ഒന്നായിരുന്നു വിശാല ഹിന്ദു സമ്മേളനം. അതുപോലെ പൂജനീയ ദേവർഷി പങ്കെടുത്ത ഹിന്ദു സംഗമങ്ങൾ നടന്നു കേരളത്തിൽ. അതൊക്കെ എത്തരത്തിലുള്ള ഒരു പ്രഭാവമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഹിന്ദുക്കളിൽ? ഈ വിശാല ഹിന്ദു സമ്മേളനം കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ സംഘപ്രവർത്തനത്തിന് ഒരു ടേക്ക് ഓഫ് സ്റ്റേജ് വരുന്ന ചില കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. 1964 കേരള സംസ്ഥാനം പ്രത്യേകമായിട്ട് രൂപീകരിക്കുന്നത്. അപ്പോൾ 1965 നമ്മുടെ സംഘത്തിൻ്റെ ആദ്യത്തെ കേരള സംസ്ഥാനത്തിൻ്റെ മാത്രമായിട്ടുള്ള OTC കാലടിയിൽ വെച്ച് നടന്നു. ആ കാലടി പരിപാടി കഴിഞ്ഞ ശേഷം നമ്മുടെ ജില്ലാ പ്രചാരകന്മാരെല്ലാവരും കൂടിയിട്ട് ശേഷാദ്രിജി മറ്റേ യാദവറാജ് ജോഷിജി, നമ്മുടെ കേരള ക്ഷേത്രീയ പ്രചാരക്കാരും, അദ്ദേഹം വരുന്നു. അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം വളരുന്നുണ്ട്, പക്ഷേ സംഘത്തിൻ്റെ പ്രവർത്തനം വളരുന്നതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ ശക്തിയുടെ പ്രദർശനം കൂടി ഉണ്ടാകണം, ജനങ്ങൾക്ക് വിശ്വാസം വരണം. ആ രീതിയിലുള്ളൊരു പ്രോഗ്രാം നിങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ കേരള സംസ്ഥാനത്തിൻ്റെയുള്ള ആദ്യത്തെ ശിബിരം കോഴിക്കോട് നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. പറയുന്ന സമയത്ത് നിങ്ങൾ കേരളത്തിലെ എല്ലാവരും കൂടി 2000 സ്വയംസേവരെങ്കിലും പൂർണ്ണ ഗണവേഷധാരികളുടെ ക്യാമ്പ് നടക്കണം. അതിൻ്റെ പദസഞ്ചാരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, കാരണം അതിന് തൊട്ട് മുമ്പ് കർണാടകത്തിൽ അങ്ങനെ പല പരിപാടികൾ നടത്തിയതിനെക്കുറിച്ച് ഒരു ആവേശവും കാര്യങ്ങൾക്കുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ സംഘത്തിൻ്റെ അന്നത്തെ കാര്യകർത്താക്കന്മാർക്ക് അങ്ങനെ ഒരു വലിയൊരു ക്യാമ്പ് നടത്താൻ സാധിക്കുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നെ ക്രമേണ പ്രേരിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓരോ ജില്ലയും വേറെ വേറെ ക്യാമ്പ് നടത്തിയാൽ എത്ര സംഖ്യ വരും, ആ ജില്ല എന്നതിന് പകരം നിങ്ങൾ വിഭാഗമായി നടത്തിയാൽ എത്ര സംഖ്യ കുറയും, ശരി ഇതനുസരിച്ച് പ്രാന്തത്തിന് നടത്തിയാൽ ഈ പറഞ്ഞ 3000-4000 അത് എത്ര സംഖ്യ പറയുന്നത്, അവസാനം 2000 ക്യാമ്പ് വിളിച്ചാൽ സംഖ്യ വരും എന്നുള്ള സ്ഥിതിയിലെത്തിച്ചു നമ്മൾ. പിന്നെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് യാത്ര ചെയ്യും, എല്ലാ സ്ഥലത്തും ഉത്സവം കൊടുക്കുകയും ചെയ്തിട്ട് കോഴിക്കോട് ക്യാമ്പ് വളരെ ഗംഭീരമായി. 2000 അടുത്ത് 66 ഫെബ്രുവരി 10, 11, 12 തീയതികളായിരുന്നു സാമൂതിരി സ്കൂൾ വെച്ചിട്ട്. അങ്ങനെ ഒരു വലിയ ക്യാമ്പ് നടത്തിയുള്ള അനുഭവം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷേ ക്യാമ്പ് അതിഗംഭീരമായി. റൂട്ട് മാർച്ച് കഴിഞ്ഞു. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കോഴിക്കോടും പരിസരത്തും നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ചു. സ്വയം സേവകരെയും ധാരാളം ആൾക്കാരെ പൊതു ഫംഗ്ഷൻ കാണാനും റൂട്ട് മാർച്ച് കാണാനും കൊണ്ടുവരണം എന്ന്. അപ്പോഴാണ് വ്യാപകമായും ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ വ്യക്തമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ധാരണ എന്താ, അയ്യോ RSൻ്റെ പരിപാടിക്ക് വന്നാൽ ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ല, ഇവരെല്ലാവരും നമ്മൾ ഇഷ്ടമില്ല, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തൊക്കെ കടലോരത്തിലൊക്കെ ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങളെ ഒരു ശരിപ്പെടുത്തുന്നൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ RSS ക്യാമ്പിന് വരണ്ട, നിങ്ങൾ കടപ്പുറത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളെ കാണാൻ വന്നാൽ മതി, അവരെ നിങ്ങൾ പരിപാടി കാണുക, അവിടെ വീടുകളും താമസിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ തോന്നിട്ട് നമ്മൾ ബോധപൂർവ്വം ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാരെ ആ പരിപാടിക്ക് കൊണ്ടുവരാൻ പരിശ്രമം ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ആൾക്കാർക്ക് പലപ്പോഴും അറിയുന്നത്, മലബാർ ഭാഗത്തെ കടലോരങ്ങളിൽ ഓണം, വിഷു, തിരുവല്ല നമുക്ക് ഹിന്ദുക്കളുടെ ഓണം ഫംഗ്ഷൻ സമയത്ത് മുസ്ലിങ്ങൾ കടലിൽ പോകും. പക്ഷേ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മുസ്ലിം ഉത്സവ സമയത്തും ഹിന്ദുക്കളെ കടലിൽ പോകാൻ പാടില്ല. അവരുടെ ഉത്സവ സമയത്തും ഇപ്പുറം റംസാനൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ നോയിമ്പുണ്ടല്ലോ, ആ സമയത്ത് ഒരു കടകളും തുറക്കരുത്, ഹിന്ദു കടകൾ തുറക്കരുത്. ഈ തരത്തിലുള്ള ഒരു അലിഖിതമായ മുസ്ലിം ആധിപത്യം അവിടെ നടന്നിരുന്നു. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ആൾക്കാരെ നമ്മുടെ ക്യാമ്പ് കാണാനൊക്കെ കൊണ്ടുവന്നത്. ആ സ്വയം സേവകരുടെ മുതലക്കുളം മറ്റേ മാനഞ്ചിറ മൈതാനത്തുള്ള ഫംഗ്ഷനും റൂട്ട് മാർച്ചും ഈ കാര്യങ്ങൾ കണ്ടോട് കൂടിയിട്ട് ഇവർക്കൊരു ധാരാളം സ്ഥലത്ത് ശാഖ ഞങ്ങളുടെ സ്ഥലത്ത് തുടങ്ങണം എന്നുള്ള ഡിമാൻഡ് വന്നു. ആ സമയത്ത് നമ്മുടെ ആൾക്കാർ നിങ്ങൾ ശാഖ തുടങ്ങിയാൽ നിങ്ങളെ ആൾക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ജീവിക്കണം, ഞങ്ങളുടെ വീടുകൾക്ക് സ്ത്രീകൾക്ക് സുരക്ഷയോടെ കഴിയണം. അപ്പോൾ ഞങ്ങളും ജോലി എടുത്താലും ഒരു അത്യാവശ്യം കത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാമല്ലോ, ഞങ്ങളുടെ വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നുള്ള ധൈര്യം വന്നു. അതുകൊണ്ട് ശാഖകൾ നല്ലപോലെ കൂടി. കോഴിക്കോട് ജില്ലയിൽ മാത്രം ആ കാലം, മലപ്പുറം അടക്കമുള്ള ജില്ലയായിരുന്നു കോഴിക്കോട്, 200ഓളം ശാഖകളായി. നമ്മളതിന് പുതിയതായിട്ട് തുടങ്ങി.
അത് കഴിഞ്ഞ് പാലക്കാട് OTC നടക്കുമ്പോൾ അതിന് മുമ്പിലത്തെ OTCയിൽ ഒരു പരിഷ്ഠിച്ച് 300 പേര് വന്നിട്ടുള്ള OTC ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ 1967 ആയപ്പോഴേക്ക് നടന്ന OTCയിൽ ഏകദേശം 600-700 സംഖ്യ വന്നു. ഈ ഏരിയയിൽ നിന്ന് മാത്രം വലിയൊരു സംഖ്യ വന്നു. അപ്പോൾ ഒരു തരത്തിൽ മലബാർ ഭാഗത്തും പൊതുവെ കേരളത്തിലും സംഘത്തിൻ്റെ പ്രവർത്തന വളർച്ചയ്ക്ക് ആ ഒരു സംഗതി വളരെ കാര്യമായിട്ട് സഹായിയായി. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം 67 എൻ്റെ ഓർമ്മ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ഒരു കോഴിവെച്ച് നടത്താൻ തീരുമാനിച്ചു. മാന്യ ദീൻദയാൽജിയും ഭാസ്കറൊക്കെ സംസാരിച്ചിട്ടാണ് ആ പരിപാടി അവിടെ നടത്താൻ തീരുമാനിച്ചത്. അതും ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വരികയും അങ്ങനെ ഗംഭീരമായിട്ടുള്ള അവരുടെ ശോഭായാത്രയും പരിപാടികളും തന്നെ അതും മലബാർ ഭാഗത്ത് ഹിന്ദു സമാജം ചലനമുണ്ടാക്കി. ശരിക്കും പത്രങ്ങളൊക്കെ എഴുതുന്നത് വടക്കേന്ത്യയിൽ നിന്ന് അങ്ങനെ കാവി ഗംഗ തെക്കൊമ്പാത്തി ഒഴുകി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഈ 2 പരിപാടികളും കേരളത്തിലൊരു ചലനം ഉണ്ടാക്കി, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തിലെ പ്രവർത്തനത്തിന്. ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെയാണ് ക്രമേണ ജാഗരണ പ്രവർത്തനങ്ങൾക്ക് ധാരാളം നടന്നു തുടങ്ങിയത്. ഈ ഒരു സംഗതി ഹിന്ദു സമ്മേളനം, വലിയ വിശാല ഹിന്ദു സമ്മേളനം നടക്കാൻ കാരണം മുഴുവൻ മീനാക്ഷിപുരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ആ ഭാഗത്ത് രാമേശ്വരം, രാമനാഥപുരം, മീനാക്ഷിപുരം സ്ഥലത്ത് ധാരാളം മതം മാറ്റം നടക്കുന്നുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഭാരതത്തിൽ കൂട്ടമായിട്ടുള്ള ആൾക്കാർ മതം മാറിപ്പോകുന്നുള്ളൊരു ചലനം ഉണ്ടാക്കി. കാഞ്ചി ശങ്കരാചാര്യ സ്വാമിജി, പേജാവർമ്മ സ്വാമിജി അവരെല്ലാവരും ഇതിനെ തടയാന്നുള്ളൊരു പരിശ്രമം കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി അടക്കം ആ കാലഘട്ടത്തിൽ ഈ ഒരു മതമാറ്റത്തിന് ആശങ്കയോടുകൂടി കണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആൾക്കാർ ദേശവ്യാപകമായിട്ട് ചില ജാഗരണ പ്രവർത്തനങ്ങൾ നടക്കണം. അതായിരുന്നു വിശാല ഹിന്ദു സമ്മേളനങ്ങൾ, വിരാട ഹിന്ദു സമ്മേളനങ്ങൾ ഭാരതം വ്യാപകമായിട്ട് നടക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് വിശാല ഹിന്ദു സമ്മേളനം നമ്മൾ നടത്താൻ എറണാകുളത്ത് വെച്ച് നിശ്ചയിച്ചത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഗ്രാമങ്ങളിൽ പോവുക, അവരെ എല്ലാവരെയും കൊണ്ടുവരാൻ തയ്യാറാവുക. മറ്റേ വയനാട് ഭാഗത്തുനിന്ന് ഈ ഹിന്ദുക്കളായിട്ട് ഒരുമിച്ച് വരുന്ന സമയത്തല്ല അവർ അമ്പും വില്ലൊക്കെ ആയിട്ട് വനവാസി വിഭാഗമുള്ള ആൾക്കാർ വരിക എന്നല്ലായിരുന്നു. ആ സമയത്താണ് അന്ത്യജൻ അഗ്രജൻ എല്ലിവിടെ വർണ്ണം വർഗം അരുതിവിടെ ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വിശാൽ ഹിന്ദു സമ്മേളനം വളരെ വലിയൊരു സക്സസ്സായി. എറണാകുളത്ത് വെച്ച് നമ്മുടെ മാനാഞ്ചിറ അവിടെ ഇതുണ്ടല്ലോ കോളേജ് ഗ്രൗണ്ട്, അതുപോലെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അത് നമുക്കൊരു ചലനം ഉണ്ടാക്കിയിട്ടുള്ള സംഗതിയായിരുന്നു. അതിനുശേഷം നമ്മുടെ സംഘപ്രവർത്തനം കേവലം ശാഖ മാത്രമല്ല, സമൂഹത്തിൻ്റെ പരിവർത്തനം വരുത്തുന്നതിലും വളരെ കാര്യമായിട്ട് വരണം. അതാണ് വിശാൽ ഹിന്ദു സമ്മേളനത്തിൻ്റെ ആ കാൽനാട്ട് കർമ്മമുണ്ടല്ലോ, അത് നടത്തിയത് നമ്മുടെ ഹരിജന വിഭാഗത്തിലുള്ള ഒരാളെ കൊണ്ടാണ്. അവിടെ ഭൂമി കാര്യം പൂജ നടത്തുന്ന സമയത്ത് നമ്മുടെ ശ്രീധരൻ തന്ത്രി പറവൂരിലെ അദ്ദേഹം പൂജാരിയും മറ്റും നമ്പൂതിരിമാരായിട്ടുള്ള ആൾക്കാർ പരമികൾ സൂര്യകാലടി അവർ പരികർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കണം. ഇത് കഴിഞ്ഞ ശേഷം സമൂഹത്തിലോട്ട് അനവധി മാറ്റങ്ങൾ വരുത്തുന്നതിൽ നാച്ചുറലായിട്ട് ആൾക്കാർ തയ്യാറായി. പാഞ്ഞാൽ എന്നുള്ള സ്ഥലത്ത് യാഗം നടത്തും. ബ്രിട്ടീഷുകാരായിട്ടുള്ള ചില ആൾക്കാർ ഇവിടെ വന്ന് ഈ യാഗം നടത്തി അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. ആ യാഗത്തിൻ്റെ ഒരു ഭാഗമാണ് ആടിനെ പിടിച്ച് വായൊക്കെ മൂടിക്കെട്ടിയിട്ട് അതിനൊരു വവയെടുത്ത് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ആടിനെയൊക്കെ കൊന്നിട്ടുള്ളൊരു ഇതൊന്നും നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു മുന്നേറ്റം ഹിന്ദു സമാജത്തിൽ ഉണ്ടായി ഈ വവ എടുക്കുന്നതിനെതിരായിട്ട്. എന്നിട്ട് അവസാനം അവിടുത്തെ ആ പാഞ്ഞാൾ യാഗക്കാർ ഇതൊക്കെ തിരിച്ചു പ്രതീകാത്മകമായി വവ എടുക്കുന്നതിൽ ഒരിക്കലും കൊലയൊന്നും നടത്തില്ല എന്നുള്ള എനിക്ക് നിശ്ചയിച്ചു. ഈ പറവൂരടുത്തുള്ള നമ്മുടെ പാഞ്ഞാൾ എന്താണ് അവിടെ ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ നമ്പൂതിരി ഹരിജനങ്ങളിൽ നിന്ന് അവർ അവിടെ പൂജ നടത്താനായിട്ട് പാൽ സ്വീകരിക്കില്ല. അങ്ങനെ അവർ വരുന്നെങ്കിൽ അവരുടെ വീട്ടിലെ പശുവിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി അതിനെ കഴുകി പിന്നെ ഇവിടെ പാല് കറന്നെടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കെതിരായിട്ടും ഗംഭീരമായ പ്രക്ഷോഭം നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് നടന്നു. ഇങ്ങനെ
സാമൂഹ്യമായ അസമത്വം, അനാചാരം, ഈ കാര്യങ്ങൾക്കെതിരായിട്ട് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഉണർവുണ്ടായി. ഇതേ സമയത്താണ് ഗുരുവായൂരിൽ പുലയരും ഹരിജനങ്ങൾക്ക് ആൾക്കാരുടെ വോട്ട് കൊടുക്കില്ല, ബ്രാഹ്മണർക്ക് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ, സവർണർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരു കല്ലറ സുകുമാരൻ എന്നൊരാളെ തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറാക്കിയിട്ട് ഈ ഗുരുവായൂരിലെ അവിടെ കയറി നമുക്ക് ഊണ് കഴിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗംഭീരമുള്ള യാത്ര സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യം തകർക്കണം, ഹിന്ദുക്കളെ ഭിന്നത ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ സ്വയംസേവർ ചിന്തിച്ചു, ഈ യാത്ര വരുന്ന സമയത്ത് സവർണാവരണത്തിൽ നല്ല വലിയ ബ്രാഹ്മണമായിട്ടുള്ള ആൾക്കാർ ഇവരെ സ്വീകരിക്കുകയും അവർക്ക് അമ്പലത്തിൽ കൊണ്ടുപോവുകയും ഊണ് കൊടുക്കുകയും ആ തരത്തിലുള്ള ഇത് ശരിക്ക് ഹിന്ദുത്വത്തിനെ തകർക്കാനായിരുന്നെങ്കിലും അതിനെ സ്വീകരിക്കുന്ന ഒരു നിലപാടും അവർ ഗംഭീരമായിട്ട് നമ്മൾ സ്വീകരിച്ചു. ഗുരുവായൂർ വന്ന സമയത്തും ആ ഗുരുവായൂർ ഇവരെ സ്വീകരിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ചു. നമ്മുടെ നമ്പൂതിരിമാരായിട്ടുള്ള ബോധിക്കന്മാരും കൂടി അവരുടെ കൂടെ ഇരുന്നിട്ട് ഊണ് കഴിക്കാൻ തയ്യാറായി. കരുണാകരൻ വലിയ ഹിന്ദു ഭക്തനാണെന്നൊക്കെയാണ് പറയുന്നത്, ഗുരുവായൂർ ഭക്തനാണ്, ഗുരുവായൂർ കൃഷ്ണഭക്തൻ. ഈ ഒരു യാത്ര വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ വരാനേ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തെ ഇവരെ ഉള്ളിലിരുത്തി ഗംഭീരമായിട്ട് ഊണ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കരുണാകരൻ ഓടിയെത്തിയിട്ട് വീണ്ടും ഇദ്ദേഹത്തെ ഇരുത്തി അവരുടെ കൂടെ ഇരുന്ന് ഊണിക്കാൻ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഈ തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിനെല്ലാം ആ ഹിന്ദു സമ്മേളനം വളരെ കാര്യമായിട്ട് സഹായമായിരുന്നു. തൃശ്ശൂരിലൊരു യുവസംഗമം നടന്നതിൻ്റെ ഒരു ഓർമ്മയിലുണ്ട് കുറച്ച് മുമ്പ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും? ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ പെരിസ്ട്രോയിക്ക എന്നൊരു റഷ്യയിലെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയുണ്ടല്ലോ, ആ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച ഉണ്ടായ സമയത്ത് ഗോർബച്ചേവിൻ്റെയൊക്കെ ഗോർബച്ചേവിൻ്റെ നമ്മുടെ ഈ ഭാരതത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച, ഹിന്ദുത്വത്തിൻ്റെ ഉയർച്ച ആ രീതിയിൽ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് പരമേശ്വർജി ആ കാലഘട്ടത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ ആലോചനകൾ ആ രീതിയിൽ ഹിന്ദു സമാജത്തെ പ്രത്യേകിച്ച് യുവ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ സമയത്ത് ഹിന്ദുത്വത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാക്കണം, അതേ സമയത്ത് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയെ ഒരു സന്ദർഭമായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ആയിരുന്നു യുവ സംഗമം. രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നിൽ നിൽക്കാതെ വിദ്യാർത്ഥി പരിഷത്ത്, ജനസംഘത്തിൻ്റെ യുവ വിഭാഗം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നടത്തണം. നമ്മുടെ സംഘം എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ആ രീതിയിലുള്ളൊരു പരിപാടിയായിരുന്നു തൃശ്ശൂർ തേക്കങ്കാട് മൈതാനത്ത് നടത്തിയത്. ആ യുവ സംഗമവും വളരെ വിജയകരമായിട്ട് തീർന്നു. അതിനെ തുടർന്ന് ഒട്ടനവധി പരിപാടികൾ വിചാര കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവർ നടത്താൻ തയ്യാറായി. അതാണ് 3 കാര്യങ്ങൾ: സംസ്കൃതം, ഗീത, യോഗ. സംയോഗി എന്നുള്ള നിലയ്ക്ക് ധാരാളം സ്ഥലത്ത് സംസ്കൃത പ്രചരണം, സംസ്കൃത സമ്മേളനങ്ങളും കാര്യങ്ങൾ നടത്തി. ഗീത സെമിനാറുകൾ പല സ്ഥലത്തും നടത്താൻ തയ്യാറായി. അതേപോലെ തന്നെ ഗീത പഠന ക്ലാസ്സുകളും എല്ലാം തന്നെ ആയി. അതേപോലെ തന്നെ യോഗ, ധാരാളം സ്ഥലത്തെ യോഗ കേന്ദ്രങ്ങൾക്ക് ആരംഭിച്ചിട്ട് ഈ രീതിയിൽ ആ യുവ സമ്മേളനത്തെ തുടർന്ന് വിചാര കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒട്ടനവധി സ്ഥലത്ത് ഈ തരത്തിലുള്ള വലിയ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ തയ്യാറായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ഹിസ്റ്ററി ഇതുണ്ടല്ലോ, എറണാകുളത്ത്, അവിടെ വെച്ചിട്ട് ഒരു ഹിസ്റ്ററി സെമിനാർ വളരെ വലിയ വലിയ ആൾക്കാരെ വിളിച്ചുകൊണ്ട് നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ ദലൈലാമയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഗംഭീരമായിട്ടുള്ളൊരു ഗീതാ സംഗമം കാര്യങ്ങൾ നടത്തിയിരുന്നു. ഈ തരത്തിലുള്ള ഈ ശരിക്ക് മറ്റത് നമ്മുടെ മതമാറ്റത്തിനെതിരായിട്ട് നടക്കുന്ന ഹിന്ദു ഈ വലിയ വിശാല സമ്മേളനം നടന്നത്. ഇത് ലോകവ്യാപകമായിട്ട് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച, അതിനെ അനുബന്ധിച്ച് നമ്മുടെ ഈ നാടിൻ്റെ തനതായിട്ടുള്ള കാര്യങ്ങൾ വികസിപ്പിക്കാനുള്ള പരിപാടികളായിരുന്നു അതെല്ലാം. നമ്മുടെ വിവിധ ക്ഷേത്ര സംഘടനകൾ വിചാരകേന്ദ്രത്തിൻ്റെ ഉൾപ്പെടെ ധാരാളം നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ശരിക്കും സംഘത്തിൻ്റെ പ്രവർത്തനത്തിനും അതായത് ഓരോ മേഖലകളിലുള്ള പ്രവർത്തനത്തിനും വിവിധ ക്ഷേത്ര സംഘടനകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വിവിധ ക്ഷേത്ര സംഘടനകൾ മുഴുവൻ സ്വാഭാവികമായിട്ട് ഇപ്പോൾ 1948 സംഘത്തെ നിരോധിച്ചു. അതിനുശേഷമാണ് നമ്മുടെ സംഘത്തിൻ്റെ വിവിധ മേഖലകൾക്ക് പ്രവർത്തനം ആരംഭിച്ചത്. തൊഴിലാളി രംഗത്ത് BMS-ഉം അതേപോലെ തന്നെ വിദ്യാർത്ഥി രംഗത്ത് വിദ്യാർത്ഥി പരിഷത്തും കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള സംഘടനകൾ വളർന്നു. പിന്നീട് നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ളതാണ്
സാംസ്കാരിക ഇതിലെല്ലാം മേഖലകളിലെല്ലാം നമ്മുടെ പ്രവർത്തനം പല ഇതിൽ വളരാനുള്ള വൈചാരിക തലത്തിലെല്ലാം തുടങ്ങിയത്. ശരിക്ക് സംഘത്തെ നിരോധിച്ച സമയത്ത് നമ്മുടെ എം എ സാറ് മാധവ്ജിക്കൊക്കെയുള്ള ചുമതല വിവിധ സാംസ്കാരിക സാമൂഹ്യ നേതാക്കന്മാരായിട്ട് ബന്ധം വയ്ക്കുക. അണ്ടർഗ്രൗണ്ടിലാണ്, രഹസ്യമായിട്ട് പോവുക, അവരോട് സംസാരിക്കുക കാര്യങ്ങളാണ്. ആ സമയത്താണ് നമ്മുടെ കവികളായിട്ടുള്ള ആൾക്കാർ, സാഹിത്യകാരന്മാരിലേക്ക് എം എ സാറിൻ്റെ സ്വാധീനം വർദ്ധിച്ചത്. അക്കിത്തം, അതേപോലെ തന്നെ നമ്മുടെ ഈ മറ്റേ എന്താണ് കോറോത്ത്, ഇതുപോലുള്ള VM കോറോത്ത്, ഇതുപോലുള്ള ആൾക്കാരെ മുഴുവൻ ഈ ഒരു അടിയന്തരാവസ്ഥയിലാണ് നമുക്ക് കാര്യമായിട്ടുള്ള ബന്ധം വന്നത്. ആ ഇതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം നടത്താൻ സാധിക്കാതെ വന്ന സമയത്ത് കേസരിയിൽ ഒരു ബാലഗോകുലം എന്നുള്ളൊരു പങ്ക്തി ഉണ്ടായിരുന്നു. ആ പങ്ക്തി അവിടെ കേസിൽ നിൽക്കുന്നതിന് പകരം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബാലഗോകുലങ്ങൾ ചെറിയ ചെറിയ സ്ഥലത്ത് ആരംഭിക്കണം, കുട്ടികൾ ആഴ്ചയിൽ ഒരു കൂടുക എന്നുള്ളത്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ ഒരു ഉൽപ്പന്നമാണ് ഈ ബാലഗോകുലത്തിൻ്റെ വളർച്ച. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ തന്നെ കോഴിക്കോട് ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുകയുണ്ടായി. അതിൽ യാത്രാ ജോഷി ആ പരിപാടി പങ്കെടുക്കുന്നത്. അത് ഗംഭീരമായിട്ടുള്ള നിലയ്ക്കുള്ള ഒരു ശോഭയാത്രയും ശ്രീകൃഷ്ണന്മാരുടെ വേഷം കെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഗംഭീരമായി ആ പരിപാടി. ആ പരിപാടിയിൽ വെച്ചിട്ടാണ് നിശ്ചയിച്ചത് ശ്രീകൃഷ്ണാഷ്ടമി ബാലദിനമായിട്ട് ആചരിക്കണം എന്നുള്ളൊരു പ്രഖ്യാപനം. ശോഭായാത്രകൾ എല്ലാ സ്ഥലത്തും സംഘടിപ്പിക്കണം. ഈ രീതിയിൽ നമ്മുടെ ബാലഗോകുലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ശ്രീകൃഷ്ണൻ ജയിലിൽ ജനിച്ചപ്പോൾ തന്നെ ഭാരതം മുഴുവൻ ജയിലറയിലായിരുന്ന സമയത്താണ് ബാലഗോകുലത്തിൻ്റെ ജനനം. അത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ കുഞ്ഞുണ്ണി മാഷെ പോലുള്ള ആൾക്കാരും അതേപോലെ തന്നെ കഥ പറയുന്ന മാധവൻ നായരും ഒക്കെ ആയിട്ട് ഈ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരും മുഴുവൻ ബാലഗോകുലത്തിൽ കൂടെ സംഘത്തിൽ വരാൻ തുടങ്ങി. അനവധി സ്ഥലത്ത് ബാലഗോകുലം ആരംഭിച്ചു. ഇതേപോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് സാഹിത്യകാരന്മാരെല്ലാവരും കുറിച്ചിട്ട് നമ്മുടെ തപസ്യയുടെ ആരംഭം. തപസ്യ എന്നുള്ള പ്രവർത്തനം ശരിക്കും ആരംഭിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉള്ള ഇതിലാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സാഹിത്യകാരന്മാരുടെ ഇടയിൽ, ചിന്തകന്മാരുടെ ഇടയിലേക്ക് നമ്മുടെ പ്രവർത്തനം വ്യാപകമായിട്ട് വളർന്നത് ഈ ഒരു അടിയന്തരാവസ്ഥയെ തുടർന്നിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ്. മത്സ്യപ്രവർത്തക സംഘം അത് നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചിരുന്നു. അതേപോലെ ശരിക്ക് സേവാരംഗത്തുള്ള അത് നേരത്തെ തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ വനവാസികളുടെ ഇടയിൽ പ്രവർത്തനം ഉണ്ടായതുകൊണ്ട് അവിടെ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആരംഭിച്ചു. അട്ടപ്പാടിയിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആരംഭിച്ചു. ഈ രീതിയിലും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വളർച്ചയുടെ കൂട്ടത്തിൽ അതാ കാലഘട്ടത്തിൽ തന്നെ ഈ രംഗത്തെല്ലാം നമ്മുടെ പ്രവർത്തനം വ്യാപിച്ചിരുന്നു. നമ്മൾ ഈ ഡോക്ടർ ജി ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണല്ലോ നമ്മൾ ഈ സേവാ വിഭാഗം എന്നൊരു പ്രത്യേകം തോന്നുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ നമ്മൾ ഈ ആപത് സേവ എന്ന രീതിയിൽ നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഇറങ്ങി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് പെരുമൺ, തീവണ്ടി അപകടം, കടലുണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അത്തരം ഓർമ്മകൾ എന്താണ് സേതുവിനുള്ളത്? നമ്മുടെ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വയം സേവരുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം സേവനം എന്നുള്ളത് നരസേവയാണ്, നാരായണ സേവ. സമൂഹത്തിലെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എപ്പോൾ വരുന്നതും ശരി, നമ്മുടെ സ്വയം സേവർ സ്വയം ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ഈ ഒരു തീവണ്ടി അപകടങ്ങൾ പെരുമണ്ണിലും ബാക്കി കാര്യങ്ങളുണ്ടായപ്പോൾ ആരുടെയും ഒരു നിർദ്ദേശം നൽകാതെ സ്വയം സേവരുടെ ഓടി ചെന്നു. അവർ ആ തരത്തിലൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനായി തയ്യാറായി. അതുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സേവന പ്രവർത്തനമല്ല, സേവന പ്രവർത്തനം സംഘത്തിൻ്റെ സഹജമായ സ്വഭാവമായിരുന്നു. അത് പല സന്ദർഭത്തിലും നമ്മുടെ ആൾക്കാർ ആ തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ചില സ്ഥലത്ത് പ്രത്യേകമായിട്ടുള്ള ചില വിഷമങ്ങളോ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വയം സേവർ കേടി പ്രവർത്തിക്കാൻ തയ്യാറായി. ആകെ സംബന്ധിച്ചെന്താ, ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഘപ്രവർത്തനം വ്യാപകമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ചില കുറവുള്ള സ്ഥലത്തേക്ക് സംഘപ്രവർത്തനം എത്തണം. പട്ടണങ്ങളിലെ ചേരി പ്രദേശം, വനവാസി മേഖലയിൽ വനവാസി കല്യാണാശ്രമം എന്നുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ ശരി, പ്രത്യേകമായിട്ടുള്ള സേവനം, വിദ്യാഭ്യാസം, ആരോഗ്യം, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ജീവിത നിലവാരം ഇത് ഉയർത്താൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള പരിശ്രമം വേണം. അതുകൊണ്ടാണ് സേവാ വിഭാഗ് എന്നുള്ളത് ആരംഭിച്ചത്. സേവാ പ്രവർത്തനം സംഘത്തിൻ്റെ ആരംഭം മുതൽ തന്നെ
പൂജനീയ ഡോക്ടർജി സംഘം തുടങ്ങിയിട്ട് ഒരു 2-3 വർഷം ആയപ്പോഴേക്ക് തന്നെ അവിടെ രാംടേക്ക് എന്നുള്ളൊരു സ്ഥലത്ത് വലിയൊരു ഉത്സവം നടക്കുന്നു. ആ ഉത്സവത്തിൽ ഭയങ്കരമായിട്ടുള്ള കൂട്ടം വരും, ബഹളം വരും, സ്ത്രീകളെ ഉപദ്രവിക്കും, ആ തരത്തിലുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർജി ഒരു സെറ്റ് സ്വയം സേവകരായിട്ട് അവിടെ പോയി ക്രമമായിട്ട് ലയനായിട്ട് നിന്ന് തൊഴിയിക്കാനുള്ള സംവിധാനം ചെയ്തു. ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ തടയാൻ തയ്യാറായി. ആ രീതിയിലുള്ള സേവാ പ്രവർത്തനം സംഘത്തിൻ്റെ ആരംഭം മുതൽ തന്നെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടായിരുന്നു. ഈ അടിയന്തരാവസ്ഥ സംബന്ധിച്ച് ഈ പ്രദേശങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സേവാ വിഭാഗം തുടങ്ങി. ആ സേവാ വിഭാഗം തുടങ്ങിയപ്പോൾ സഹജമായിട്ടുള്ള നിലയ്ക്ക് സ്വയം സേവയുടെ പ്രവർത്തനം നടക്കണം. പക്ഷേ ഡൽഹിയിൽ സേവാഭാരതി എന്ന് പറഞ്ഞിട്ട് ഈ ഏരിയയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അവർ രൂപപ്പെടുത്തി. എന്നിട്ട് അവിടെ ചില സ്കൂളുകൾ ആരംഭിക്കുക, ആ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ തയ്യാറാകുക എന്നുള്ളതിലേക്ക് സേവാഭാരതി പ്രവർത്തനം നമുക്ക് ഡൽഹിയിലാണ് ആദ്യം തുടങ്ങിയത്. ഏകദേശം ഇതേ സമയത്ത് തന്നെ ഡൽഹിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ നമ്മുടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ പ്രസന്നമൂർത്തി എന്നുള്ളൊരു പ്രമുഖ ഡോക്ടറാണ് നമ്മുടെ സംഘത്തിൻ്റെ വളരെ അടുത്താണ്. അവിടെ മുട്ടത്തറ, പൂന്തുറ എന്നുള്ള പ്രദേശങ്ങളിലെ കടലാണ്. അവിടങ്ങളിൽ സാധാരണ നിലയ്ക്ക് ആൾക്കാർ അവർ പലരും ഈ എയർപോർട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു, നല്ല ഡ്രൈവർമാരൊക്കെ ആയിട്ട്. പക്ഷെ ഉള്ള പൈസ മുഴുവൻ കുടിച്ച് കളയും. അവിടെ പലതരത്തിലുള്ള അനാശാസ്യ കാര്യങ്ങളെടുക്കും. ഒരു പോലീസും ആ ഭാഗത്ത് ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നമ്മുടെ സ്വയം സേവകർ പോയി അവരെ കുട്ടികളെ ഒരുമിച്ച് വിളിച്ച് കൂട്ടിയിട്ട് അവർക്കൊരു ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ ആഴ്ചയിലൊരിക്കൽ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താനായിട്ട് തുടങ്ങി. ഈ തരത്തിലുള്ള സേവാഭാരതിയുടെ പ്രവർത്തനം തിരുവനന്തപുരത്തും ആരംഭിച്ചു. പേര് സേവാഭാരതി എന്നല്ല എന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ? പക്ഷെ അന്ന് സേവാഭാരതി തന്നെ തുടങ്ങി. സേവാഭാരതി ഡൽഹിയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും സേവാഭാരതി എന്നുള്ള നിലയ്ക്ക് പേരിൽ തന്നെയാണ് തുടങ്ങിയത്. ആ രീതിയിൽ സംഘടന എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പ്രൊജക്റ്റ് നടത്താനും സഹജമായി സമൂഹത്തിൽ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് പ്രവർത്തിക്കാനുള്ള സ്വഭാവം നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അടുത്ത കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്, ഉരുൾ പൊട്ടിയ സമയത്ത്, അതേപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ ആ ഒരു 2018-19 കാലത്ത് നമ്മുടെ നാട്ടിൽ കൊറോണ സമയത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തയ്യാറില്ല. സ്വന്തം വീട്ടിലെ പോലെ ആൾക്കാർ മരിച്ച് സംസ്കരിക്കാൻ തയ്യാറാകുന്ന സമയത്ത് സ്വയം സേവകർ വ്യാപകമായിട്ട് ഇറങ്ങി ശവങ്ങളുടെ സംസ്കരിക്കാനും വീട്ടിൽ പോയിട്ട് ആഹാരങ്ങൾ എത്തിക്കാനും എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു. ഈ ഒരു ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് എല്ലാ സ്ഥലത്തും നമ്മുടെ സ്വയം സേവകർ പ്രവർത്തിക്കാൻ തയ്യാറായി. അപ്പോൾ സഹജമായ രീതിയിൽ സംഘത്തിന് കിട്ടുന്ന സ്വഭാവം, പ്രത്യേകിച്ച് ഒരു വ്യവസ്ഥയും കൂടി വന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു. ഇന്നിപ്പോൾ സേവാഭാരതിയെക്കുറിച്ച് നമ്മുടെ സംഘത്തിൻ്റെ ആൾക്കാരല്ല, ഞാൻ ഇവിടെ ചെങ്ങന്നൂർ ചില ക്രിസ്ത്യൻ പാതിരിമാരെ കാണാൻ പോയപ്പോൾ RSS വിരോധമാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ വന്നിടാനും ഈ പള്ളി മുഴുവൻ ചെയ്യാനൊക്കെ സംഘത്തിൻ്റെ സംസ്ഥയിൽ പ്രവർത്തിച്ച് കാണുമ്പോൾ വാസ്തവത്തിൽ സംഘം എന്താണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അവർ പറഞ്ഞു. ശരി, നമ്മൾ കേളപ്പജിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ, അപ്പോൾ നേരത്തെ സംഘത്തിലേക്ക് ഈ കേളപ്പജി പിന്നെ സംഘത്തിൻ്റെ ഒരു ഒപ്പം നടക്കുന്ന ഒരു സഹയാത്രികനായിട്ട് മാറിയിരുന്നോ? അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, അത് അങ്ങനെ തന്നെയായിരുന്നു? സംഘത്തിനോടൊപ്പം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വന്നു? ശരിക്കും നോക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ സംഘത്തിൽ വന്നത് നമുക്ക് മന്നം ശങ്കർ 1951 അവരുടെ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ കാര്യമുണ്ടല്ലോ, ആ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ സംഘത്തിന് വലിയ ശക്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ പരമേശ്വർജിയും മാധവജിയൊക്കെ ഒരു തരത്തിൽ ആ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ സമ്മേളനത്തിലെ ഒരു വളണ്ടിയർമാർ പോലെ അവിടെ പോയി അന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ അവർ മന്നൊക്കെ വിളിച്ച് ശരിക്ക് ആ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്യാം പ്രസാദ് മുഖർജിയെ പോലെ ആൾക്കാരെ വിളിച്ചു. അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല, ചില ആൾക്കാർ വന്നു. ആ സമയം മുതൽ ഇവർക്ക് ഹിന്ദു കാര്യങ്ങളോട് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മന്നും ശങ്കരവും ഒക്കെയുള്ള ആൾക്കാർക്കായിട്ട് സംഘത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായി. പൂജനീയ ഗുരുജി വരുന്ന സമയത്തുള്ള ഒരു ഇവിടുത്തെ തിരുവനന്തപുരം എറണാകുളത്തെ ഒരു പരിപാടിയിൽ മന്നത്തിനെ വിളിച്ചിരുന്നു, അന്ത്യ അധ്യക്ഷനായിട്ട് വന്നു. അന്ന് മുതൽ പൂർണ്ണമായിട്ടും സംഘമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മന്നം പറഞ്ഞത് ഈ NSS സ്ഥാപനങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് വരാം എന്നുള്ളതുപോലെ ഈ സ്ഥാപനങ്ങൾ ഉപയോഗിക്കാം എന്നായിരുന്നു മന്നത്തിൻ്റെ സമീപനം. R ശങ്കറും അതേപോലെ
അന്ന് കൊല്ലത്തെ SN കോളേജൊക്കെ നമ്മുടെ സംഘത്തിൻ്റെ ഒരു ക്യാമ്പിന് വേണ്ടി വിട്ടു തന്നിട്ടുണ്ട്. ഈ രണ്ടുപേരും സംഘവുമായിട്ട് വളരെ നേരിട്ട് ബന്ധവും പരിചയമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നീട് ആ സംഘടനയുടെ പിന്നീട് സ്ഥാനം വന്നുള്ള ആൾക്കാർ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ശരിക്കും മുന്നം NSSൻ്റെ കോളേജിൽ വെച്ചിട്ട് നമ്മുടെ സംഘത്തിൻ്റെ അനവധി ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. മന്നം സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് പൂജാരി ഗുരുജി പോയി കണ്ട്, അദ്ദേഹം അത്യാസന്ന നിലയിലാണ്, അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ച് വന്നിട്ടുണ്ട്. ആ രീതിയിൽ സംഘവുമായിട്ട് മന്നത്തിനും നമ്മുടെ ഏത് പരിപാടി നടക്കുന്ന സമയത്തും മന്നം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സംഘം വിളിച്ചാൽ ആ പരിപാടിക്ക് അദ്ദേഹം വരുമായിരുന്നു. ആ തരത്തിലുള്ളൊരു ബന്ധം മന്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശങ്കറും മരിക്കുന്നവരെ നമ്മുടെ സംഘത്തിൻ്റെ കാര്യമായിരുന്നു. ഇതേപോലെ കേളപ്പജി കോൺഗ്രസ് ആയിരുന്നെങ്കിലും ശരി, ഈ നാടിൻ്റെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് വളരെ നല്ല ഇതുണ്ടായിരുന്നുകൊണ്ട് അവസാനം വരെ അദ്ദേഹം നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനമായിട്ട് വളരെ കൂടുതൽ സഹകരിക്കുന്ന ആളായിരുന്നു. കോൺഗ്രസ്സുകാർ തന്നെ ഒരു തരത്തിൽ അദ്ദേഹത്തെ കൈവിട്ട പോലെ ആയിരുന്നു കുറച്ച് അവസാനം സംഘത്തിൻ്റെ ആളായതുകൊണ്ട്. പിന്നെ ഈ അക്കിത്തത്തെ പോലുള്ള ആൾക്കാർ, വിഷ്ണുനാരായണ നമ്പൂരി, അക്കിത്തം, ഇവരെല്ലാവരും അടിയന്തരാവസ്ഥയോടുകൂടി സംഘത്തിന്, അക്കിത്തം നമ്മുടെ ഒരു പരിപാടി വന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ശരിക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘമല്ലേ. അപ്പോൾ ഈ നാടിൻ്റെ തനിമ, ദേശീയത്തിൻ്റെ സ്വാരസ്യം എന്ന് സംഘത്തെ വിശേഷിപ്പിക്കാനായി തയ്യാറായി. എല്ലാ പരിപാടികളും അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് മന്നം ശങ്കർ മുതൽ ഈ അടുത്ത കാലത്തുള്ള അതുപോലെ എല്ലാവരും, ഇന്ത്യയുടെ ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. നമ്മുടെ സംഘത്തിൻ്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടു. പൂജനീയ സർസംഘാലയൻ്റെ പരിപാടി കോഴിക്കോട് നടക്കുന്ന സമയത്ത് അതിലെ അധ്യക്ഷനായിട്ട് വന്നു അദ്ദേഹം. ആ അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത പ്രാവശ്യം രജു ഭയ്യ തൃശ്ശൂർ വന്നിട്ട് സംഘത്തിൻ്റെ പൂർണ്ണ ഗണവേഷധാരി സ്വയംസേവക പരിപാടി പങ്കെടുത്തപ്പോൾ ഇദ്ദേഹം അതിൽ പൂർണ്ണ ഗണവേഷത്തോട് പങ്കെടുത്തു. അപ്പോൾ ആ തരത്തിലുള്ള പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. വീട്ടി ഭട്ടതിരിപ്പാട് അദ്ദേഹം ഒരു തരത്തിൽ ഒരു ജാതി കാര്യങ്ങൾക്ക് അതീതമായിട്ട് ഹിന്ദു സമുദായത്തെ ഉണർത്താൻ പരിശ്രമിച്ചായിരുന്നു. അദ്ദേഹം നമ്മുടെ പാലക്കാട് OTCയിൽ അധ്യക്ഷനായിട്ട് വന്നു. അതിൻ്റെ സമാപന പരിപാടി അദ്ദേഹം സംസാരിച്ചെന്നു വെച്ചാൽ, ഒരു പക്ഷേ കുറച്ചും കൂടി ചെറുപ്പത്തിൽ എനിക്ക് സംഘമായിട്ട് ബന്ധപ്പെടാൻ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് പകരം യൂണിഫോം വെച്ച് നിങ്ങളോട് അവിടെ ഇരിക്കുമായിരുന്നു. അതിന് ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് BT ഭട്ടതിരിപ്പാട്, വിഷ്ണു നാരായണ നമ്പൂരി സുബ്രഹ്മണ്യൻ നമ്പൂരി ഒരു അവസരത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ കോഴിക്കോട് OTCയിൽ വന്നിരുന്നു. അദ്ദേഹത്തെ കാണാൻ ക്ഷണിച്ചതാണ്. OTCയിൽ ഒരു ദിവസം താമസിച്ചതിന് ശേഷം ഞാനൊരു തരത്തിലുള്ള സ്വർഗ്ഗ ജീവിതം നയിക്കുന്നത്, ഞാൻ ഒരാഴ്ച കൂടി ഇവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരാഴ്ച മുഴുവൻ സംഘത്തിൻ്റെ സ്വയംസേവയുടെ കൂടെ, അദ്ദേഹം വേറെ പരിപാടിയൊന്നുമില്ല, എല്ലാ പരിപാടിയിലും പങ്കെടുക്കും, സംഘത്തിൻ്റെ ക്യാമ്പിൽ തന്നെ താമസിച്ചിരുന്നു. അവിടെ ഒരിക്കൽ ബന്ധപ്പെടാനുള്ള സാഹചര്യം കിട്ടിയുള്ള ആൾക്കാർക്ക് പിന്നെ ഒരു പ്രത്യേക അനുഭൂതിയായിട്ട് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ നമ്മുടെ സംഘപ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ കേരള സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിലും മുഴുവൻ സമൂഹത്തിലും വ്യക്തികളിലൊക്കെ വളരെ സ്വാധീനം ചെലുത്തി എല്ലാവരിലും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് അല്ലേ? ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമ്മുടെ കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ സംഘത്തിന് വളരെ കാര്യമായിട്ട് സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് സംഘത്തിൻ്റെ ഈ ഒരു ശതാബ്ദി പ്രമാണിച്ചുള്ള ലഘുലേഖകളുമായിട്ട് നമ്മൾ വീട് വീടുകളും പോയ സമയത്ത് അനവധി ആൾക്കാർ അവർ സംഘത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു അവസ്ഥ വന്നു. അതേപോലെ തന്നെ കുറച്ച് കാലം നമ്മുടെ അക്ഷതമായിട്ട് വീടുകളിൽ പോയപ്പോൾ അനവധി കമ്മ്യൂണിസ്റ്റ് വീടുകളിൽ പോയിരുന്നു. അവർ പലരും സന്തോഷത്തോടു കൂടി അക്ഷതം സ്വീകരിക്കാൻ തയ്യാറായി. അവരാകെ പറഞ്ഞത് ദയവ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ നിന്ന് കൊടുക്കരുതെന്നായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ വർക്കറുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു, അവിടുത്തെ ലീഡറുടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനൊക്കെ ഇരിക്കാം, പക്ഷേ എൻ്റെ സംഘടനാപരമായിട്ട് എനിക്കിത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉടനെ വന്നു, ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയും, ഭഗവാൻ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിന് കൊണ്ടാണ്, ഞാൻ സ്വീകരിക്കാം, ഞാനിപ്പോൾ തന്നെ കൈകാല് കഴുകി തരാമെന്ന്. അയാൾ പോയി കൈകാല് കഴുകി ഒരു വിളക്കോളത്ത് വെച്ച് ഒരു അക്ഷരം സ്വീകരിച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിലും ഈ തരത്തിലുള്ള അന്തരീക്ഷത്തിലൊരു മാറ്റം വരുന്നതാണ്. അതുകൊണ്ട്
ആദ്യത്തെ അന്തരീക്ഷമൊക്കെ മാറി വളരെ അനുകൂലമാണ്. ഈ അവസരത്തിൽ ഇപ്പോൾ നമ്മൾ ശതാബ്ദി ആഘോഷിക്കുന്ന സമയത്ത് ആഘോഷം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ ഒട്ടനവധി കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാത്രമല്ല, നാട്ടിലെ സജ്ജനങ്ങളെ മുഴുവൻ സമാഹരിച്ചുകൊണ്ട് കുടുംബ പ്രബോധനം, ഗ്രാമവികാസം, നമ്മുടെ സ്വദേശി സ്വഭാവം, പ്രകൃതി സംരക്ഷണം, നാടിനുള്ള കർത്തവ്യം നിർവഹിക്കേണ്ട പൗരന്മാരുടെ ധർമ്മബോധം, പൗരബോധം, പൗരകർത്തവ്യം, ഈ കാര്യങ്ങൾ ഊന്നിയിട്ട് സമാജത്തെയും കൂടി കൊണ്ടുചേർക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി.